ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും TJS യൂട്യൂബ് ടിപ്സിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വെബ്സൈറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ഇമേജ് വേണം. അതിനുവേണ്ടി നമ്മൾ ലെക്സിക്ക എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ AI ടൂളിലേക്കാണ് വരുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് ലെക്സിക്ക എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരുപാട് ഇമേജസ് കാണാൻ സാധിക്കുന്നതാണ്. ഓരോരുത്തരും ജനറേറ്റ് ചെയ്ത ഇമേജാണ്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സൈനപ്പ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു പ്രോംപ്റ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഫീമെയിൽ ക്യാരക്ടർ, എനിക്ക് വേണ്ട ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. ഫീമെയിൽ ക്യാരക്ടർ പിക്സർ എന്നടിച്ച് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ അതിൻ്റെ ഇമേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും നല്ല ഇമേജ് ഏതാണെന്ന് നോക്കുക. നിങ്ങൾക്ക് വേണ്ട ഇമേജ് ഏതാണെന്ന് നോക്കുക. ഒരുപാട് ഇമേജസ് വരുന്നതായിരിക്കും. നിങ്ങൾ എന്ത് പ്രോംപ്റ്റ് അടിച്ചു കൊടുത്താലും അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇമേജസ് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അടിച്ചു കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചുള്ള ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കൊരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതേ ക്ലിക്ക് ചെയ്യുകയാണ്. അതേ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അതിനായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള നമുക്ക് 4 ഇമേജസ് അവർ ഷോ ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഇമേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇമേജ് തന്നെ ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം നിങ്ങൾ ഈ ആരോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ അതിനായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള നമ്മൾ ജനറേറ്റ് ചെയ്ത ആ പ്രോംപ്റ്റിൻ്റെ സിമിലർ ആയിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഒരു ഇമേജും കൂടെ വേണം ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ കഴിഞ്ഞിപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വേണ്ടത് ലിവിങ് റൂം പിക്സർ സ്റ്റൈൽ എന്നുള്ളത് ആണ് ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ലിവിങ് റൂം പിക്സർ സ്റ്റൈൽ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ എൻ്റർ അടിച്ചു കൊടുക്കുകയാണ്. എൻ്റർ അടിച്ചു കൊടുക്കാൻ നേരത്ത് നമുക്ക് ലിവിങ് റൂമിൻ്റെ ഒരുപാട് ഇമേജസ് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, ഏതാണ് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്, ഇപ്പോൾ ലിവിംഗ് റൂം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് ലിവിംഗ് റൂം അടിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഏതാണ് വേണ്ടത് അതേ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുക ഏത് ഇമേജാണ് വേണ്ടതെന്ന് നോക്കുക. ഇഷ്ടപ്പെട്ട ഇമേജ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ്, അതായത് നമ്മൾ 2 ഇമേജ് ഡൗൺലോഡ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി വിഗിൾ AI എന്ന് പറയുന്ന സൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണ്. വിഗിൾ AI എന്ന് പറയുന്ന സൈറ്റ് വന്ന ശേഷം ഇവിടെ മോളി പ്രോംപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. കാരണം നമുക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോംപ്റ്റ് വേണം. കാരണം നമുക്ക് പ്രോംപ്റ്റ് സിമ്പിളായിട്ട് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ആ പ്രോംപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇവിടെ പലതരത്തിലുള്ള സ്റ്റെപ്സ് കാണാൻ സാധിക്കുന്നതാണ്. അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് ഡിഫറൻറ്റ് പ്രോംപ്റ്റ് ആയിരിക്കും ഓരോന്നിനും. അത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോംപ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ അവിടെ കോപ്പി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത്. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പ്രോംപ്റ്റ് കോപ്പി ആയിട്ട് നമ്മൾ ഡിസ്കോഡിലേക്ക് പോകുന്നതായിരിക്കും. ഇത് ഫ്രീ ആണ് കേട്ടോ, തികച്ചും ഫ്രീ ആണ്. നിങ്ങൾക്ക് ഒരു പേഡ് ചെയ്യേണ്ട കാര്യമില്ല, പേ ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നമ്മൾ ഡിസ്കോഡിൽ ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടുന്ന് പ്രോംപ്റ്റും കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ നോക്കാത്ത ഇവിടെ ആനിമേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു ഇതിനകത്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ആനിമേറ്റ് ഫസ്റ്റ് എന്നുള്ളതിനകത്ത് തന്നെ ജോയിൻ ചെയ്ത് അതിനുശേഷം നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് /animate എന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് /animate എന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ആ ഇമേജ് ആഡ് ചെയ്യണം. അതായത് നമ്മൾ ക്യാരക്ടർ, ആ ഫീമെയിൽ ക്യാരക്ടറിനെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ഇമേജാണ് നമുക്കിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ആനിമേറ്റ് എന്നുള്ള അടിച്ചു കൊടുത്ത് ആനിമേറ്റ് എന്നുള്ള അടിച്ചു കൊടുത്ത ശേഷം എൻ്റർ അടിച്ച ശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ഇമേജ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നമുക്കിവിടെ അവർ മോശം പ്രോംപ്റ്റ് ചോദിക്കുന്നുണ്ട്. മോശം പ്രോംപ്റ്റിൻ്റെ അവിടെയാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ കോപ്പി ചെയ്ത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് അവർ ചോദിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഗ്രീൻ കൊടുക്കണം. നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്താലും മതി. ബാക്ക്ഗ്രൗണ്ട് അവിടെ ഗ്രീൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഫൈൻ ട്യൂൺ ഉണ്ട്. ഫൈൻ ട്യൂൺ ഓഫ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് ഓൺ ആക്കുക. ഫൈൻ ട്യൂൺ ഓൺ ആക്കുക. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആക്കുക. അതുപോലെ തന്നെ മോശം പ്രോംപ്റ്റിൻ്റെ അവിടെ നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത ആ പ്രോംപ്റ്റ് അവിടെ ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ച ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടാണ്. കാരണം ഓരോരുത്തരും അതിനകത്ത് ഓരോ പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് വീഡിയോ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇത് കണ്ടോ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് ഗ്രീൻ സ്ക്രീനിലാണ് വന്നിരിക്കുന്നത്. അത് ഡാൻസ് മൂവ്മെൻറ്റോടെ ഗ്രീൻ സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഇമേജിൻ്റെ അവിടെ കൊണ്ടുവെക്കാൻ നേരത്തെ തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. അതേ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം അത് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ക്ലിപ്പ് നമുക്ക് ആ ഡൗൺലോഡ് ആയിട്ടുള്ള വീഡിയോ റെഡിയായി. ഒരു ഇമേജിൽ നിന്ന് നമുക്കൊരു വീഡിയോയിലേക്ക് കൺവേർട്ടായി ഡൗൺലോഡായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആ വീഡിയോ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫിലിമോറയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫിലിമോറയിൽ വന്ന ശേഷം ഞാൻ ആ 2 ഫയൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയലും വീഡിയോ ആയിട്ടുള്ള ഡൗൺലോഡ് ചെയ്ത ഫയലും, പിന്നെ നമ്മൾ ലിവിങ് റൂമിൻ്റെ നേരത്തെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തായിരുന്നു, അതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ലിവിങ് റൂമിൻ്റെയും അതുപോലെ തന്നെ ലിവിങ് റൂമിൻ്റെ എടുത്ത ശേഷം അസെപ്റ്റ് റേഷ്യോ ചേഞ്ച് ചെയ്യുവാണ്. എനിക്ക് ലോങ് വീഡിയോകളാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ അസെപ്റ്റ് റേഷ്യോ വൈഡ് സ്ക്രീൻ എന്നുള്ളതാക്കുവാണ്. 6:9 വൈഡ് സ്ക്രീൻ എന്നുള്ളതാക്കി. അതിനുശേഷം ഞാനിവിടെ ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് വൈഡ് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ എഡ്ജസ് ഒന്ന് കറക്റ്റ് ആക്കണം. അതുകൊണ്ട് ഡ്രാഗ് ചെയ്യുവാണ്. ഞാൻ 2 സൈഡും ഒന്ന് കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് അത് ആ ഫുൾ സ്ക്രീനിൻ്റെ ലെവലിലേക്ക് ജസ്റ്റ് ഒന്ന് ആക്കുവാണ്. ഇപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ആ വീഡിയോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. വീഡിയോ ഇത് ആഡ് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫിലിമോറയ്ക്ക് നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചേഞ്ചസ് വരുത്തുക. ഞാനിപ്പോൾ ഫിലിമോറയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഗ്രീൻ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്യാൻ നേരത്ത് തന്നെ നമുക്ക് ആ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ആയിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ആ ക്യാരക്ടർ നമ്മൾ കറക്റ്റ് അതിൻ്റെ ഇത് എവിടെയാണ് നമുക്ക് വെക്കേണ്ടത് ആ ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. സൈസ് കൂട്ടാൻ, സൈസ് കുറയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സ്ക്രീനിൽ റിമൂവ് ആയി കറക്റ്റായിട്ട് ആ ലിവിങ് റൂമിൽ തന്നെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു സോങ്ങും ആഡായി വന്നിട്ടുണ്ട്. ഈ സോങ് വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഇതുപോലെ യൂട്യൂബ് ഷോർട്സ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വൈറലാകും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വൈറലാകാൻ സാധിക്കുന്നതാണ്. കണ്ടിന്യൂ ഇതുപോലെ ഷോർട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത് സിമ്പിളാണ്. അധികം പേർക്കൊന്നും അറിയത്തില്ല. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ പല ക്യാരക്ടേഴ്സും നിങ്ങൾക്ക് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഇമേജ് അല്ല, നിങ്ങൾക്ക് വേറെ ഇമേജൊക്കെ ആഡ് ചെയ്ത് പല ക്യാരക്ടേഴ്സും നിങ്ങൾക്ക് ഡാൻസിങ് ക്യാരക്ടറിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതേ ക്ലിക്ക് ജോയിൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്.